പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമസ്കാരം. മാതൃഭൂമി ദൃശ്യമാധ്യമം അഥവാ ചാനൽ അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന 35 അസംബ്ലി സെഗ്മെൻറ്റ്സിൻ്റെ വീതം പ്രവണത, അല്ലെങ്കിൽ ഈ അസംബ്ലി സെഗ്മെൻറ്റ്സിൽ MLA-മാരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അടുത്ത ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വരെ അവർ പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 33 മണ്ഡലങ്ങളിൽ LDF-നും 32 മണ്ഡലങ്ങളിൽ UDF-നും അതുപോലെ 5 മണ്ഡലങ്ങൾ ടൈറ്റ് കണ്ടസ്റ്റ് നടക്കുന്ന 5 മണ്ഡലങ്ങൾ ഇങ്ങനെയാണ് അവർ പ്രവചിച്ചത്. ഇന്ന് അവർ 35 മണ്ഡലങ്ങളുടെ കൂടി ഫലം പ്രവചിച്ചപ്പോൾ മൊത്തത്തിൽ ഈ 35 മണ്ഡലങ്ങൾ വീതിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 48 മണ്ഡലങ്ങളിൽ LDF-ഉം 48 മണ്ഡലങ്ങളിൽ UDF-ഉം മുന്നിട്ട് നിൽക്കുന്നു. 9 ഇടങ്ങളിൽ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന 5 ഇടങ്ങളിലാണെങ്കിൽ ഇന്ന് 9 ഇടങ്ങളിൽ ടൈറ്റ് കണ്ടസ്റ്റ് നടക്കുന്നതായിട്ടും അവർ പ്രവചിക്കുന്നു. ഈ സർവേയുടെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു യോജിക്കാൻ കഴിയാത്തൊരു മേഖല, അതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ജനകീയരായ മുഖ്യമന്ത്രിമാരായിരുന്നു ഒരുപക്ഷെ VS അച്യുതാനന്ദൻ, ചില കാര്യങ്ങളിലൊക്കെ K കരുണാകരൻ. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം ആക്ഷേപങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും മാധ്യമപ്രവർത്തകരുമായിട്ട് അദ്ദേഹം നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ EK നായനാർ ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അതായത് മാധ്യമപ്രവർത്തകരോട് നായനാർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഓനെ എനിക്കറിയാം, ഓന് മനോരമയുടെ ആളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചായവുള്ള അന്നത്തെ നായനാരുടെ കാലത്തൊക്കെ കൂടുതലായി ഉണ്ടായിരുന്ന 80കളിലൊക്കെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അച്ചടി മാധ്യമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഓനെ എനിക്കറിയാം, ഓന് മനോരമയുടെ ആളാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നായനാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നായനാരോടൊരു എന്തെങ്കിലും ഒരു വിരോധമോ മറ്റോ തോന്നുമായിരുന്നില്ല. അപ്പോൾ നായനാർ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയെ മാധ്യമപ്രവർത്തകരും കേരളീയ പൊതുസമൂഹവും ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഒരു ജനാധിപത്യം വേണം എന്ന് പറഞ്ഞാൽ, നമ്മൾ 80കൾക്ക് ശേഷമുള്ള CPM-ൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ CPM ഇവിടെ വലിയ ജനകീയ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് 80 മുതൽ 92 വരെ VS അച്യുതാനന്ദനായിരുന്നു സംസ്ഥാനത്തെ CPM-ൻ്റെ സെക്രട്ടറി. 92 മുതൽ 96 വരെ ഇത് EK നായനാരായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. 91 മുതൽ 92 വരെ ഇടക്കാലത്ത് നായനാർ പ്രതിപക്ഷ നേതാവായി. 92-ന് ശേഷം VS പ്രതിപക്ഷ നേതാവാകുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രി അല്ലാത്ത ഘട്ടത്തിൽ 2016 വരെ VS മുഖ്യമന്ത്രി അല്ലാത്ത ഘട്ടത്തിലൊക്കെ VS പ്രതിപക്ഷ നേതാവാണ്. 1996 VS തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നുണ്ട്. അന്ന് VS തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് പരാജയപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയായി EK നായനാർ എത്തുന്നു. പക്ഷേ VS-ന് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നു. നമ്മുടെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CPM-നകത്ത് 2 പ്രധാന അധികാര കേന്ദ്രങ്ങളായി നമുക്ക് പാർട്ടി സെക്രട്ടറിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കാണാം. ഈ മുഖ്യമന്ത്രിക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു തിരുത്തൽ ശക്തിയായി അവിടെ നിലകൊള്ളും. പക്ഷേ ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ ആ സ്ഥാനത്തേക്ക് വരികയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം ആ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നത് ഒരു ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ, പിന്നീട് A വിജയരാഘവൻ, പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സഖാവ്. അപ്പോൾ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നോ പിണറായി വിജയൻ്റെ ഈ ഏകാധിപത്യ പ്രവണതയെ ചോദ്യം ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ മാതൃഭൂമി ചാനലിൻ്റെ തന്നെ പ്രവചനം അനുസരിച്ച്, അവർ നടത്തിയിട്ടുള്ള സർവേ അനുസരിച്ച്, ഒന്നാം പിണറായി സർക്കാരിനെ 80% ആൾക്കാർ പിന്തുണയ്ക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മികച്ചതാണെന്ന് പറയുന്നത് 19% ആളുകൾ മാത്രമാണ്. ഇങ്ങനെ പറയുമ്പോഴും ഈ ഭരണത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തെ 140 MLA-മാരിൽ ഏറ്റവും മികച്ച MLA എന്ന് മാതൃഭൂമി പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ജനകീയനായ നേതാവല്ല. അദ്ദേഹം അങ്ങനെ ഒരു ജനകീയനായ നേതാവാണ് എങ്കിൽ എങ്ങനെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പാർട്ടി
സംവിധാനത്തിനെതിരെ അപസ്വരങ്ങൾ വരുന്നത്. വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹമാണ് അവിടുത്തെ പയ്യന്നൂർ MLA-ക്കെതിരെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗിച്ചതിനെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പുസ്തകം എഴുതുന്നത്, അത് കേരളീയ പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചതിൽ പിണറായി വിജയന് ഒരു വലിയ പങ്കുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് ഒരു വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പാലക്കാട് ജില്ലയിലേക്ക് നമ്മൾ പോയാൽ അവിടെ മുൻ MLA ശശി പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന സുരേഷ് പാലക്കാട് ജില്ലയിൽ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ പോയാൽ G സുധാകരൻ പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. കൊല്ലത്ത് ഒരു ജില്ലാ സമിതി അംഗമാണ് മുസ്ലിം ലീഗിൽ ചേർന്നത്. അതുപോലെ ഇടുക്കി ജില്ലയിൽ CPM-ന്റെ മുൻ MLA S രാജേന്ദ്രൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടി സംവിധാനം ആകെ തന്നെയും അതിനകത്തുള്ള അസംതൃപ്തരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറ്റ് പാർട്ടികളിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടിയെ നയിച്ചിരുന്ന ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഒരു ജനകീയനായ, അദ്ദേഹം പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ജനകീയനായ ഒരു നേതാവല്ല ഇന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കേരളീയ പൊതുസമൂഹം ഒന്നാകെ തന്നെയും അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ജില്ലകളിലും ഇതുപോലെ അദ്ദേഹത്തിനെതിരെ അതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ CPM-നകത്തുള്ള അതിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള ഈ പണ്ട് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെളിയം ഭാർഗവൻ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അത് ബിനോയ് വിശ്വം പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ CPM-ന്റെ നേതൃത്വവുമായി അദ്ദേഹം തുറന്നു പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ PMC പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ CPM ഘടകകക്ഷി എന്ന നിലയ്ക്ക് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനെല്ലാം അർത്ഥം പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് പെരുമാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച MLA ആകാൻ സാധിക്കുക? മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ ഒരു സർക്കാരാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വന്നാൽ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എതിർക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അതായത് ഈ സർവേ ഒരു അൺബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് കുറേ കൂടി ഒരു ജസ്റ്റിസോട് കൂടി, അല്ലെങ്കിൽ അതൊരു ട്രസ്റ്റ് വർത്തി ആവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭരണത്തിൽ നയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അംഗീകരിക്കാമായിരുന്നു. VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രിയായിരുന്നത് എങ്കിൽ ഉമ്മൻചാണ്ടി ഒരു ജനകീയനായ നേതാവാണ്. ഉമ്മൻചാണ്ടി ജനകീയനായ നേതാവായിരിക്കും, മുഖ്യമന്ത്രിയായിരിക്കും. ഉമ്മൻചാണ്ടി മികച്ച MLA. കാരണം നമുക്കറിയാം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളാണ്. പുതുപ്പള്ളിയിലെ അദ്ദേഹം എത്രമാത്രം സ്വീകാര്യനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ EK നായനാരെയാണ് അവർ MLA ആയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കുമായിരുന്നു. പക്ഷെ പിണറായി വിജയൻ ഒരിക്കലും കേരളീയ പൊതുസമൂഹത്തിലെ, അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ധർമ്മടം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ സ്വീകാര്യനാണ്. അങ്ങനെ ഒരിക്കലും സാധ്യതയില്ല. കാരണം ധർമ്മടം ഈ കേരളത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഈ പേരാവൂരിലേക്ക് സൈലന്റ് ടീച്ചറെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി. ഇത് ധർമ്മടത്തെ സഖാക്കൾക്ക് അറിയില്ലേ? അപ്പോൾ ഒരിക്കലും അത് ശരിയാക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ധർമ്മടത്ത് അത്രമാത്രം അവൈലബിൾ ആവണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് അവിടെ അത്ര തന്നെ ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്ന സൂചനകൾ. ഇനി ഇന്ന് മാതൃഭൂമി ദിനപത്രം, ദൃശ്യമാധ്യമം ഇന്നത്തെ സർവേയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങൾ ചിലത് ഞാൻ സൂചിപ്പിക്കാം. കായംകുളം, കോട്ടയം, കോട്ടയ്ക്കൽ, തിരൂർ, കൊല്ലം, ചവറ, അമ്പലപ്പുഴ ആലപ്പുഴ ജില്ല, കടുത്തുരുത്തി നമ്മുടെ മോൻസ് ജോസഫ് പ്രതിനിധാനം ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ മണ്ഡലം, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ, ധർമ്മടം മുഖ്യമന്ത്രിയുടെ മണ്ഡലം, കാട്ടാക്കട നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലം, വേങ്ങര മലപ്പുറം ജില്ലയിലെ മണ്ഡലം, കുന്നമംഗലം കോഴിക്കോട് നോർത്ത്, തരൂര് പാലക്കാട് ജില്ലയിലെ തരൂർ, ഒല്ലൂര് നമ്മുടെ മന്ത്രി രാജൻ പ്രതിനിധാനം ചെയ്യുന്ന തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലം, നാദാപുരം ശക്തമായ മത്സരം നടക്കാൻ ഇടയാക്കിയേക്കാവുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം, നമ്മുടെ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വീണാജോതി പ്രതിനിധാനം ചെയ്യുന്ന ആറന്മുള, ആറ്റിങ്ങൽ BJPക്ക് ശക്തമായ സാന്നിധ്യമുള്ള, ഒരുപക്ഷെ BJP രണ്ടാം സ്ഥാനത്ത് വന്നേക്കാനിടയുള്ള ആറ്റിങ്ങൽ, ചടയമംഗലം, പാറശാല, പേരാമ്പ്ര, നെടുമങ്ങാട്, കോന്നി, മണ്ണാർക്കാട്, തലശ്ശേരി, ഉടുമ്പൻചോല, തൃക്കാക്കര,
നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, എറണാകുളം ജില്ലയിലെ ആലുവ, ഇങ്ങനെയുള്ള കുറേ കോൺസ്റ്റിറ്റ്യുവൻസീസിനെയാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇനി ബാക്കി നിൽക്കുന്ന ഈ 35 മണ്ഡലങ്ങളിൽ ചിലത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഓർത്തെടുക്കുമ്പോൾ, ഒന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മണ്ഡലം, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലം, അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത മണ്ഡലമായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് വള്ളിക്കുന്ന് മണ്ഡലമാണ്. ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, വള്ളിക്കുന്ന് മണ്ഡലം. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നല്ല ത്രികോണ മത്സരം നടക്കാനിടയുള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങൾ ഇതിൽ വന്നിട്ടില്ല. തിരുവനന്തപുരം സെൻട്രലിൽ വന്നു, ആന്റണി രാജുവിൻ്റെ മണ്ഡലം ഇന്നലെ വന്നു. അതുപോലെ തന്നെ നമ്മുടെ PC വിഷ്ണുനാഥ് പ്രതിനിധാനം ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ കുണ്ടറ മണ്ഡലം, ഇങ്ങനെ ചില മണ്ഡലങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്ന സർവേ പ്രകാരം ഇതുവരെ പ്രഖ്യാപിച്ച 105 മണ്ഡലങ്ങളിൽ 48 UDF, 48 LDF, ബാക്കി 9 ടൈറ്റ് മത്സരവും നടക്കുന്നതാണ്. അപ്പോൾ ഈ ടൈറ്റ് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ചിലത് LDFിനൊപ്പം നിന്നാൽ മാക്സിമം ഒരു 56 സീറ്റുകൾ വരെ നേടാമെന്നും UDF മാക്സിമം 57 സീറ്റുകൾ വരെ നേടാമെന്നും പറയുന്നു. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ചില വസ്തുതകൾ, മഞ്ചേശ്വരവും തൃപ്പൂണിത്തറയും ഒഴിച്ച് ഈ ടൈറ്റ് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളൊന്നും തന്നെ UDFിൻ്റെ ആധിപത്യമുള്ള മണ്ഡലങ്ങളല്ല. ബാക്കി ഈ 7 മണ്ഡലങ്ങളും ടൈറ്റ് മത്സരം നടക്കുന്ന മണ്ഡലങ്ങളും LDF കഴിഞ്ഞ തവണ വിജയിച്ച മണ്ഡലങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഇതുവരെ മാതൃഭൂമി സർവേ നടത്തിയതനുസരിച്ച് 105 മണ്ഡലങ്ങളുടെ പ്രവണതകളാണ് അവർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതിൽ കഴിഞ്ഞ തവണ ഈ 105 മണ്ഡലങ്ങളിൽ 74 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിച്ചത് ഇടതുപക്ഷവും, അതുപോലെ 31 മണ്ഡലങ്ങളിൽ UDFുമാണ്. അപ്പോൾ ഈ 74 മണ്ഡലങ്ങളിൽ അത് നിലമ്പൂരിനെ ഉൾപ്പെടുത്തിയോ ഇല്ലയെന്ന് നമുക്കറിയാം. കാരണം നിലമ്പൂരിൽ 2021 LDFിനൊപ്പം നിന്നു, പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDFിനൊപ്പമാണ്. അപ്പോൾ ഈ 74 മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച നിലമ്പൂർ ഉൾപ്പെടെയുള്ള 99 മണ്ഡലങ്ങൾ നമ്മൾ കണക്കിലാക്കി കഴിഞ്ഞാൽ ഇനി 21, 22 നാളെ അവർ പ്രസൂചനകൾ നൽകാനിരിക്കുന്ന 35 മണ്ഡലങ്ങളിൽ 21, 22 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമുള്ളതും 14 മണ്ഡലങ്ങളെങ്കിലും UDF കഴിഞ്ഞ തവണ വിജയിച്ചതുമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാം. കുണ്ടറ പോലെയുള്ള വലതുപക്ഷം വിജയിച്ച, ഇതൊന്ന് വള്ളിക്കുന്ന് പോലെയുള്ള വലതുപക്ഷം വിജയിച്ച മണ്ഡലങ്ങളാണ് ഇനി ഫലസൂചനകൾ വരാനുള്ള ചില മണ്ഡലങ്ങൾ. എന്തായിരുന്നാലും മാതൃഭൂമി വളരെ ഒരു ബിസിനസ് തന്ത്രം പോലെ തന്നെ ഇത് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം എല്ലാ വിഭാഗത്തിലെയും പിന്തുണയ്ക്കുന്ന ആളുകളെ വളരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആണ് അവർ സർവേ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു ഫലസൂചനകൾ കൂടി വരുന്നതോടുകൂടി ഏതെങ്കിലും ഒരു മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് പറയുന്ന, ഇപ്പം ഇതുവരെ ഇഞ്ചോടിഞ്ച് മത്സരം ഈ 2 മുന്നണികളും നേടുന്ന സീറ്റുകൾ ഇന്നലെ അത് 1 സീറ്റിൻ്റെ ഡിഫറൻസ് ആയിരുന്നു, ഇന്ന് തുല്യമായിട്ടുണ്ടെന്നുണ്ടും. അപ്പോൾ അങ്ങനെ ഒരു തുല്യമായ അവസ്ഥയിൽ നാളെ ഇത് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ഇതേക്കുറിച്ച് നമുക്ക് നാളെ പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.